പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുമസ് പോലെ എനിക്ക് തോന്നുന്നു ലോകം മുഴുവനും ആഘോഷിക്കപ്പെടേണ്ട ഒരു തിരുനാളാണ് ഇന്നത്തെ മേരിമസ്, പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാൾ, സെപ്റ്റംബർ 8-ാം തീയതി. ലോകമിങ്ങനെ കാത്തിരുന്ന് ആഘോഷിക്കുന്ന ഒരു തിരുനാൾ തന്നെയാണ്. ജീസസ് യൂത്തിലേക്കുള്ള ചെറുപ്പം പിള്ളേർ രാത്രിയിൽ ഇങ്ങനെ ഉപവാസം ഇരുന്ന് ആരാധനയർപ്പിച്ച് ഈ തിരുനാൾ ആഘോഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. പള്ളിയിൽ രാത്രി ആരാധനയൊക്കെ കഴിഞ്ഞ് 12 മണിക്ക് അമ്മയുടെ ജനനം എന്ന് പറഞ്ഞ് കേക്ക് മുറിക്കുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇത് ലോകത്തിന് മുഴുവൻ സന്തോഷം നൽകുന്ന ദിവസമാണ്. സാധാരണ പരിശുദ്ധമ്മയെ ഓർമ്മിച്ചെടുക്കുന്നത് പോലെ ഉഷകാല നക്ഷത്രം സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഇത്രയും വലിയൊരു പ്രകാശം ലോകത്തിലേക്ക് കടന്നു വരുന്നു, സൂര്യ തേജസ് വരുന്നു എന്ന് അറിയിക്കുന്നതിനായി സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ ഉദിച്ചുയരുന്ന ഉഷകാല നക്ഷത്രത്തിൻ്റെ ജനന തിരുനാൾ, പരിശുദ്ധ മാതാവ് ജനിക്കുന്നു. അമ്മയുടെ ജന്മദിനം ആഘോഷിക്കാനായിട്ട് എങ്ങനെ ഒരുങ്ങിയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം അമ്മമാരുടെ ജനന തിരുനാളിന് ബർത്ത്ഡേക്ക് നമ്മൾ കേക്കൊക്കെ മുറിക്കാറുണ്ടല്ലോ. എന്തെങ്കിലും ഒരു സമ്മാനമൊക്കെ കൊടുക്കണ്ടേ ഇന്നത്തെ ദിവസം? എന്ത് വേണമെന്ന് ആലോചിച്ചാൽ മതി. പരിശുദ്ധ അമ്മയെ പ്രീതിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഇതാ കർത്താവിൻ്റെ ദാസി, നീ പറയണത് പോലെ, വാട്ട് എവർ യു സേ, അതാണ് എൻ്റെ ജീവിതം. അമ്മ ആഗ്രഹിക്കുന്നത് അതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്ന മക്കളാവുക എന്നുള്ളതാണ് ഈ തിരുനാൾ ദിവസത്തിൽ നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ നല്ല സമ്മാനം, ജന്മദിന സമ്മാനം. പരിശുദ്ധ മാതാവ് ആഗ്രഹിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു വചനം ഇഷ്ടമുള്ളതെടുത്തോ. ഏറ്റവും എളുപ്പമുള്ളതെന്ന് പറഞ്ഞ് നോക്കിയൊക്കെ എടുത്താലും വചനം ഇങ്ങനെ ഒരാളെ വിശുദ്ധീകരിക്കുന്നതും അയാളെ മഹത്വപ്പെടുത്തുന്നതും ഒരേപോലെയൊക്കെ ഏത് വചനം എടുത്തോ. ഈ ഒരു വചനം പരിശുദ്ധ മാതാവിന് ജന്മദിന സമ്മാനമായിട്ട് ഞാൻ ഈ ദിവസം ജീവിക്കുമെന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുക്കോ. അത് മതി. ഈ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അമ്മയോട് ഉറപ്പ് കൊടുക്കണം, നാളെ ഒരു ദിവസം അമ്മയുടെ ജന്മദിനമാണ്, ഈ ഒരു വചനം ഞാൻ പാലിക്കുന്നതാണ്, ഞാൻ ജീവിക്കുന്നതാണ്. പരിശുദ്ധ മാതാവിൻ്റെ ജന്മദിനത്തിൽ അമ്മ ആഗ്രഹിക്കുന്നത് തൻ്റെ മകൻ്റെ പോലെ നമ്മളെല്ലാവരുമായി തീരാൻ വേണ്ടിയിട്ടാണ്. സാത്താൻ്റെ തല തകർക്കുന്ന അമ്മയുടെ ജനനമാണിത്. ആ അമ്മയുടെ മക്കളായിട്ട് സാത്താനെ തകർക്കുന്നവരായിട്ട് നരകത്തിൻ്റെ എല്ലാ തിന്മകളെയും കുതന്ത്രങ്ങളെയും അതിജീവിച്ച് വിജയിക്കുന്നവരായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് കാണുമ്പോഴായിരിക്കില്ലേ ഈ അമ്മയുടെ സന്തോഷം എന്ന് ആലോചിച്ച് നോക്കിയേ. അമ്മയ്ക്ക് ജന്മദിന സമ്മാനം കൊടുക്കണമെന്നേ. സ്വർഗം എന്തൊരു കരുതലോടുകൂടിയാണ് ഈ ഒരു കുഞ്ഞിനെ ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചതെന്ന് ആലോചിച്ച് നോക്കിയേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മാതാവ് ഒരുക്കി വച്ചിരിക്കുകയാണ്. ഇതാണ് തൻ്റെ പുത്രൻ്റെ മാതാവാകേണ്ട ഒരാളെന്ന് നിശ്ചയിച്ചുറപ്പിച്ച് ജന്മപാപത്തിൽ നിന്ന് ഉത്ഭവപാപമില്ലാതെ പരിശുദ്ധ മാതാവിനെ സ്വർഗം ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതാണ്. ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്നൊക്കെ പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. പരിശുദ്ധ അമ്മയോട് മാലാഖ പറയുന്നൊരു വചനം ഉണ്ടല്ലോ, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി, എന്നൊരു കുഴപ്പമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഈ അമ്മയിൽ വിശ്വസിക്കുന്നുണ്ട്. ഈ അമ്മ വഴിയായിട്ടാണ് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ ഈ ലോകത്തിലേക്ക് വന്നതെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ ശക്തി മറ്റേതൊരു വിശുദ്ധന്മാരെക്കാളും മറ്റേതൊരു പവർഫുള്ളായിട്ടുള്ള പ്രാർത്ഥനകളെക്കാളും മേൽക്കുമേലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഈ അമ്മയുടെ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അടിത്തറയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ അമ്മയാണ് ഞങ്ങളെ വഴി നടത്തുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വിവേകാനന്ദ സ്വാമികളുടെ കാര്യം ഒരു വട്ടം പറഞ്ഞതാണ് കത്തോലിക്ക സഭയ്ക്ക് ഒരു അമ്മ ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഉലയാതെയും ആടാതെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിശ്വാസിയായിട്ടുള്ളൊരു മനുഷ്യൻ, അതായത് ക്രൈസ്തവനല്ലാത്ത ഒരു മനുഷ്യൻ നല്ല തെളിച്ചമുള്ളൊരു മനുഷ്യൻ, പ്രകാശമുള്ളൊരു ഗുരു വിളിച്ചു പറഞ്ഞതാ, കത്തോലിക്ക സഭയ്ക്ക് ഒരു അമ്മ ദൈവമുണ്ട്. അമ്മയുടെ ജനന തിരുനാളാണ്. അമ്മ മുട്ടത്തോടാണെന്നൊക്കെ പറയുന്നവരോട് തിരിച്ചുത്തരം പറയാനൊന്നുമില്ല. അജ്ഞതയുള്ള മനുഷ്യരെ ദൈവം തന്നെ തെളിച്ചം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാന്നേ ഉള്ളൂ. ഈ അമ്മയുടെ ജനന തിരുനാൾ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാം. നമുക്ക് ഒരു നന്മ നിറഞ്ഞ മറിയുമെങ്കിലും വീട്ടുകാരൊരുമിച്ചിരുന്നൊന്ന് ചൊല്ലിക്കൂടെ? നമ്മുടെ കുടുംബത്തിലെ
പറഞ്ഞതുപോലെ സന്തോഷം നിറഞ്ഞൊരു ദിവസം, ക്രിസ്തുമസ് പോലെ ഇങ്ങനെ ആഘോഷിക്കപ്പെടേണ്ട ഒരു ദിവസം. ഒരു കേക്കൊക്കെ മേടിച്ച് മുറിക്കുന്നേ, വെറുതെ പുറമേയുള്ള ആഘോഷങ്ങൾ മാത്രമായി പോവാതെ രാത്രിയിൽ ഒരുമിച്ചിരുന്നൊരു ജപമാല ചൊല്ലേ, എല്ലാവരെയും കൂട്ടിപ്പിടിച്ചിട്ട് ഒരു ജപമാല ചൊല്ലേ. നമ്മൾ പാതിര കുർബാനയ്ക്കൊക്കെ ക്രിസ്തുമസിന് പോകുന്നത് പോലെ നമ്മുടെ കുടുംബത്തിൻ്റെ ഈ രാത്രിയിൽ ഒന്ന് ഒരുമിച്ചിരുന്ന ഒരു ജപമാല ചൊല്ലി അമ്മയുടെ മക്കളായി ഞങ്ങൾ ജീവിച്ചു കൊള്ളാമെന്നുള്ള വാക്ക് കൊടുത്ത് അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ഈശോയുടെ ഏതെങ്കിലും ഒരു വചനം ഞങ്ങൾ ജീവിക്കുമെന്ന് അമ്മയ്ക്ക് ജന്മദിന സമ്മാനം കൊടുക്കാമെന്ന് ഉറപ്പിച്ചൊക്കെ വേണം ഈ രാത്രി ഉറങ്ങാൻ പോകാൻ. നാളെ നമ്മുടെ അമ്മയുടെ ജന്മദിനമാണ്. വളരെ സന്തോഷത്തോടെ വളരെ വിശുദ്ധിയോടുകൂടെ വചനം ജീവിച്ച് ഈ ഒരു തിരുനാൾ ആഘോഷിക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ മാതാവിനെ ഈശോ സ്വർഗം ഈ ലോകത്തിലേക്ക് അയച്ചത് ഈശോയ്ക്ക് ജന്മം കൊടുക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു നിയോഗമായിട്ടാണ്. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ഈ അമ്മയ്ക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നിട്ടും ഒരു പാപത്തിലേക്കും ചെന്ന് പെടാതെ ജീവിച്ചു എന്നുള്ളതാണ് അമ്മ ചെയ്ത അമ്മയുടെ പരിശ്രമത്തിൽ നിന്ന് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നല്ലോ. എന്നെ ജന്മപാപമില്ലാതെ സ്വർഗം ജീവൻ തന്നിട്ട് നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ എന്ന് ഞാൻ നൽകാൻ സ്വാതന്ത്ര്യം തന്നിട്ട് ഞാൻ തിന്മ തിരഞ്ഞെടുത്തെങ്കിലോ? ഇത് തന്നെ മാതാവിൻ്റെ മുൻപിൽ ഈ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. മംഗളവാർത്ത പറയുമ്പോൾ പോലും അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, വേണ്ടാന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ എല്ലാം ദൈവഹിതത്തിന് ഇഷ്ടമനുസരിച്ച് ചെയ്തു എന്നുള്ളത്, ജീവിച്ചു എന്നുള്ളതാണ്. അത് തന്നെയാണ് പാപമില്ലാതെ ഉത്ഭവിച്ച സമയത്ത് മാത്രമല്ല, മരിക്കുമ്പോൾ പോലും അമ്മയ്ക്ക് പാപമില്ല. ജന്മം തന്ന ദൈവം എങ്ങനെയാണോ ജീവിതം തന്നത്, അതേ വിശുദ്ധിയിൽ, അതേ പരിശുദ്ധിയിൽ, അതേ നൈർമല്യത്തിൽ അമ്മ സ്വന്തം ജീവിതം കാത്തു സൂക്ഷിച്ചു. ഇങ്ങനെയാണ് നരകത്തെ തോൽപ്പിക്കാൻ, സാത്താൻ്റെ തല തകർക്കാൻ അമ്മയ്ക്ക് ശക്തി കിട്ടിയത്. ഇത് വെറുതെ ആയുധങ്ങളുടെ ബലമല്ല, ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ ബലമാണ്. സ്വർഗം എങ്ങനെയാണോ ജീവിതം തന്നത് അതേപടി ആ ജീവിതം നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ബലമാണ്. അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ സ്വർഗം നമുക്ക് തരുന്ന ഈ ഒരു വലിയ വിശുദ്ധി എന്നും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ, മാമോദീസ വഴിയായിട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള വിശുദ്ധിയുണ്ടല്ലോ, ഉത്ഭവ പാപത്തിൽ നിന്നുള്ള മോചനമടക്കം, നമ്മൾ എത്ര കാലം അത് ഇങ്ങനെ അതേപടി ജീവിച്ചു എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇനിയെങ്കിലും അമ്മയുടെ മക്കളായിട്ട് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അമ്മേ മാതാവേ, അമ്മയുടെ മക്കളായി എന്നും ജീവിക്കാൻ, തിന്മയെ തോൽപ്പിക്കുന്ന, സാത്താൻ്റെ തല തകർക്കുന്ന, പരിശുദ്ധി ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന മക്കളായി, അമ്മയെ സന്തോഷിപ്പിക്കുന്ന മക്കളായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധ മാതാവ് വഴി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹാശിസുകൾ വർഷിക്കണമേ കർത്താവേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് മുട്ടിന്മേൽ നിന്ന് ആശീർവാദം സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മയോടുള്ള സ്നേഹം കൂടിയിട്ട് പറയണതല്ല, പക്ഷേ ഇത് സത്യമാണ്. പരിശുദ്ധ അമ്മയെ കൂടാതെ ഒരു ക്രിസ്ത്യാനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. പരിശുദ്ധ അമ്മയെ കൂടാതെ ഒരാൾക്ക് ഈശോയിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ അമ്മയില്ലാതെ നമ്മൾക്ക് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ജീവിക്കാനേ പറ്റില്ല. ഈ അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ചുകൊണ്ട് അമ്മേ ഞങ്ങളെ സ്വർഗത്തിലേക്കും ഈശോയിലേക്കും നയിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കിടക്കാനായി പോകാം. സ്വർഗം അനുഗ്രഹിക്കും. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.